അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ ഷോറൂമിൽ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇന്ന് വ്യാഴാഴ്ച കറക്റ്റ് ഒരു 4:30 മണിയായപ്പോൾ നമുക്ക് കോൾ വന്നു കേട്ടോ. വണ്ടി എത്തിയിട്ടുണ്ട്, കാണാൻ വേണമെങ്കിൽ വന്നോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ മറ്റ് പ്രൊസീജിയർ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനു വേണ്ടി ആധാർ കാർഡ്, പാൻ കാർഡ് തുടങ്ങിയ സംഭവ വികാസങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് നമ്മൾ ഷോറൂമിലെത്തുകയാണ്. അപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒഴിഞ്ഞ് ഒരു ഭാഗത്ത് ഇതേപോലെ വളരെ സേഫായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അവനെ. വണ്ടിയിൽ നിന്ന് അപ്പോൾ ഇറക്കിയുള്ളൂ എന്ന് പറഞ്ഞു അല്പം മുമ്പ്. എന്തായാലും ഇനിയിപ്പോൾ ക്രാഷ് ഗാർഡ് വരാനുണ്ട്. അതേപോലെ തന്നെ ബ്രേക്ക് ലിവറിൻ്റെ മുകളിൽ ഒരു എന്താ പറയുന്ന ഒരു ചെറിയ സംഭവം വരും, ആ ഒരു സംഗതി വരണം. അതേപോലെ തന്നെ പിന്നെന്താ ഒരു സം ഗാർഡ് നമ്മൾ ആ എൻജിന് താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇപ്പോൾ ഒന്നുമില്ല. അല്പം കൂടി ഇതേപോലെ എൻജിൻ സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സം ഗാർഡ് കൂടി നമുക്ക് പിടിപ്പിക്കണം. ഈ ക്രാഷ് ഗാർഡും സം ഗാർഡും പിന്നെ നിലവിലുള്ള ഹോണ് അത്ര ശബ്ദമൊന്നും പോരാ, എങ്കിലും നമുക്ക് അടിപൊളിയാക്കണമെങ്കിൽ റൂട്ട്സിൻ്റെ നല്ല 2 ഹോണൊക്കെ പിടിപ്പിക്കണം. എന്തായാലും അതിനു വേണ്ടി നമ്മുടെ ഹോൺ സ്വിച്ച്, അതേപോലെ ഹോണിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ഒരു സംഭവം ഉണ്ടല്ലോ, കട്ടൗട്ടർ വേണം, നല്ല റൂട്ട്സിൻ്റെ 2 ഹോണും വേണം. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ ഉള്ളൂ, കൂടുതൽ ഡെക്കറേഷനൊന്നുമില്ല. പിന്നെ ഒരു ടാങ്ക് ഗാർഡല്ല, അതൊരു ടാങ്ക് കവർ നമ്മൾ സെറ്റാക്കും. ബാക്കിൽ ആ ഒരു ബാക്ക് റെസ്റ്റ് വേണോ വേണ്ടേ എന്നുള്ള സംശയത്തിലാണ് ഞാനിപ്പോൾ. എന്തായാലും ബാക്ക് റെസ്റ്റ് നമുക്ക് ചെയ്തേക്കാം എന്ന് കരുതുന്നുണ്ട്. പക്ഷേ നമുക്ക് അല്പം കൂടെ ഈ പറഞ്ഞ പോലെ ആ ഒരു റാഡിൽ ബാക്കിലിരിക്കുന്ന ആ ഒരു ബാക്ക് റെസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന മെറ്റൽ റോഡിൽ വളഞ്ഞിരിക്കുന്ന റോഡുണ്ടല്ലോ, അതിനകത്ത് നമുക്ക് അല്പം റെക്സിൻ കൊണ്ട് കവർ ചെയ്താലും, പക്ഷേ അത് തുരുമ്പാവും. വെള്ളമൊക്കെ ഇറങ്ങി മഴക്കാലത്ത് തുരുമ്പാവാനുള്ള സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കണം. എന്തായാലും അത്തരത്തിൽ ആ ഒരു വളഞ്ഞിരിക്കുന്ന ഭാഗത്ത് റെക്സിൻ കവർ ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും കാണാൻ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ. ഇപ്പം ഞാൻ വണ്ടി ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞ 30-ാം തീയതി ബുക്ക് ചെയ്താണ്. അപ്പോൾ ഒരു 4 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് വണ്ടി ലോഡ് ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് 10ാമത്തെ ദിവസമാണ് യഥാർത്ഥത്തിൽ ലോഡ് ഇറങ്ങുന്നത് കേട്ടോ. അത് വൈകിയതാണ്, കാരണം എൻ്റെ ബുക്കിംഗ് ആയിരുന്നവിടെ ഫസ്റ്റ് ഉണ്ടായിരുന്നത് ജനുവരി 1-ൽ. പക്ഷേ എന്തോ എൻ്റെ വണ്ടി ലോഡിൽ വരാൻ കുറച്ച് താമസിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വണ്ടി എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളാണ്, രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് പോകും. TPക്ക് നമ്മൾ 4000 രൂപയ്ക്ക് അധികമായിട്ട് മുടക്കുകയാണെങ്കിൽ നമുക്ക് 2 ദിവസത്തിനകത്ത് വണ്ടി എടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ നോർമലായി തന്നെ ഡെലിവറി എടുക്കാനാണ് താല്പര്യപ്പെടുന്നത്. ആ 4000 കളയേണ്ട കാര്യമില്ല. നമുക്കൊരു 40 ലിറ്റർ പെട്രോൾ അടിക്കാം അല്ലേ. വണ്ടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രിപ്പുകളുടെ ബഹളമാണ്, പിന്നെ വീഡിയോകളുടെ അതിബഹളം.